നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അൽ നസർ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ അലൈനാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 അലൈനിലെ ഹസ ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടക്കുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലാണ്. ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യപാദ മത്സരം അൽ നസർ തകർപ്പൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. പക്ഷേ കടുത്ത വെല്ലുവിളികളുമായിട്ട് അലൈൻ മറുഭാഗത്ത് നിൽക്കുന്നു. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ അൽ നസറിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിട്ടുണ്ട്. ഈ കളിക്ക് വേണ്ടിയുള്ള 6 ഫോറിനേഴ്സ്, നമുക്കറിയാം AFC ചാമ്പ്യൻസ് ലീഗിൽ 6 വിദേശ താരങ്ങളെയാണ് ഒരു മത്സരത്തിൽ കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓരോ കളിക്ക് മുന്നോടിയായിട്ടും കോച്ചുമാർ അവരുടെ 6 വിദേശ താരങ്ങളെ സെലക്ട് ചെയ്യണം. അപ്പം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരുന്ന 6 വിദേശ താരങ്ങൾ ഡേവിഡ് ഓസ്പിന, ഐമറിക് ലാപ്പോട്ടെ, അസീസ് ബെഹിച്ച്, ഒറ്റാവിയോ, ടാലിസ്ക, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരാണ്. ഈ ലിസ്റ്റിൽ നിന്ന് ഒരു സൂപ്പർ താരം ഇപ്പോൾ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു. അദ്ദേഹം ടീമിനോടൊപ്പം അലൈനിലെത്തിയതാണ്. അവിടെ ട്രെയിനിങ് നടത്തി തുടങ്ങിയ ഘട്ടത്തിലാണ് മസിൽ പെയിൻ വരുന്നത്. അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്ന് കൺഫേംഡ് ആയിരിക്കുന്നു. ഇപ്പം പകരം ആളെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. മറ്റാരുമല്ല, ബ്രസീലിയൻ സൂപ്പർ താരം ആൻഡേഴ്സൺ ടാലിസ്ക. കഴിഞ്ഞ മത്സരത്തിൽ ഹാട്രിക് ഒക്കെ നേടി ആൻഡേഴ്സൺ ടാലിസ്കയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ളത് അൽ നസറിന് വലിയ തിരിച്ചടിയാണ്. ഏതായാലും പകരം ഇപ്പോൾ സാദിയോ മാനയെ ടീമിലേക്ക് കൊണ്ടുവരികയാണ്. സാദിയോ മാനയെ ടീമിനോടൊപ്പം അലൈനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിട്ടില്ല. അദ്ദേഹം റിയാദിലാണുള്ളത്. അവിടെ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ടീമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യൻ സമയം ഇന്ന് രാവിലെ 8:30 അദ്ദേഹം റിയാദിൽ നിന്ന് അലൈനിലേക്ക് തിരിക്കുമെന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ടാലിസ്ക പുറത്തേക്ക്, പകരം സാദിയോ മാനയെ കളിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോച്ച്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.